സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ പ്രകാശനാണെങ്കിൽ പുതിയ പ്ലാനുമായിട്ട് ഗിരീഷിൻ്റെ വീട്ടിലെത്തിയേക്കാണ്. അങ്ങനെ ഈ രജനി കിടന്നുറങ്ങണ പ്രകാശനെ കണ്ടിട്ട് ആകെ പയന്ന് ഗിരി എന്നും പറഞ്ഞ് വിളിച്ചു പോകുമ്പം ഗിരീഷിൻ്റെ അമ്മയൊക്കെ വരുന്നുണ്ട്. വന്നിട്ട് നോക്കണ സമയത്ത് കാണുന്നത് ഈ പ്രകാശനെയാണ്. പ്രകാശനെ കണ്ടതും ഗിരീഷിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ സമയത്ത് ഗിരീശൻ പ്രകാശിൻ്റെ അടുത്തേക്ക് എന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്ന് ഇറങ്ങടാന്ന് പറഞ്ഞുകൊണ്ട് നല്ലോണം അടിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ പ്രകാശനാണെങ്കിൽ അടി കൊണ്ടിട്ടും കരഞ്ഞുകൊണ്ട് നിൽക്കണേ ഉള്ളൂ. അവൻ്റെ തനി സ്വഭാവം ഒന്നും എടുക്കണില്ല. അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് തന്നെയാണ് ഈ ഗിരിയുടെ വീട്ടിലോട്ട് വന്നേക്കണേ. എന്നിട്ട് ഗിരീഷിന് ഇറങ്ങി പോകാൻ പറയുമ്പം ഈ പ്രകാശം പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട്, ഞാൻ അതിന് വേണ്ടിയിട്ട് വന്നത്. എന്തായാലും എനിക്കത് അപ്പച്ചിയോടോ ഗിരീഷിനോടൊന്നും അല്ല പറയാനുള്ളത്, എനിക്ക് എൻ്റെ ഏടത്തിയോടെ പറയാനുള്ളത്. ഏടത്തി ഞാൻ പറയണത് കേൾക്കണം എന്ന് പറയുമ്പം ഈ രജനിയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഗിരീഷ് വീണ്ടും വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ, ഇല്ലെങ്കിൽ നിന്നെ ഞാനിട്ട് ചവിട്ടി കൂട്ടുമെന്ന് പറയുമ്പം പ്രകാശനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഗിരിയേട്ടൻ എന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, കൊല്ലണമെങ്കിൽ കൊന്നോ, എന്നാലും ഞാനിവിടുന്ന് പോകില്ല, എനിക്ക് പോകാൻ വേറെ ഇടമൊന്നുമില്ല എന്ന് പറയുമ്പം ഈ ഗിരീഷിൻ്റെ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ജയിലിൽ ചാടി വന്നതാണെന്ന് ചോദിക്കുമ്പം ഇല്ല അപ്പച്ചി, ജയിലിൽ ചാടിയതൊന്നുമല്ല, എനിക്ക് പരോള് കിട്ടി ഞാൻ വന്നതാ, ഞാൻ ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും, എനിക്ക് പോകാൻ വേറെ ഇടമില്ല എന്ന് അപ്പച്ചിക്കും ഗിരീഷേട്ടനൊക്കെ അറിയില്ലേ, എന്തായാലും നിങ്ങൾ എന്നെ ഇവിടുന്ന് ഇറക്കി വിടരുതെന്നും പറഞ്ഞ് ഇവൻ അവസാനത്തെ അടവെന്ന് പറയും പോലെ ഈ ഗിരീഷിൻ്റെ അമ്മയുടെ കാൽക്കലേക്ക് വീഴാണ്. അങ്ങനെ കാലിൽ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് ഈ പ്രകാശം കരയാണ്, എന്നെ പറഞ്ഞു വിടല്ലേ അപ്പച്ചി, എനിക്ക് പോകാൻ വേറൊരു ഇടമില്ല, ഞാൻ പരോള് കഴിയണ വരെ ഇവിടെ നിൽക്കട്ടെ അപ്പച്ചി എന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന് കരയുമ്പം ഈ ഗിരീഷിന് ഇഷ്ടപ്പെടണമെന്നില്ലെങ്കിലും ഗിരീഷിൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും ഗിരി ഇവന് വേറെ ആരും ഇല്ലല്ലോ, ഇവനിവിടെ നിൽക്കട്ടെ, കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് പറയണു. അങ്ങനെ രജനിയും പറയുന്നുണ്ട്, ശരിയാ ഗിരി, എന്തായാലും പ്രകാശ് വന്നതല്ലേ, അവന് പോകാൻ വേറെ ഇടമില്ലാത്തത് കൊണ്ടല്ലേ അവൻ തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, അധികം ദിവസമൊന്നും ഉണ്ടാവില്ലല്ലോ, പരോള് കഴിഞ്ഞാൽ അവൻ തിരികെ പോകൂലേ, അതുവരെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഈ ഗിരീഷിൻ്റെ അമ്മയും രജനിയും കൂടി പ്രകാശിനെ വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് ഗിരിക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടാവണില്ല. ഗിരി എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവനിപ്പോൾ ഇങ്ങോട്ട് വന്നതിന് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവുമോ, ഇനി ഇവൻ ആരെ കൊല്ലാൻ വന്നതായിരിക്കുമോ, അന്ന് ആ മീരയുടെ കൊലപാതകത്തോടുകൂടി എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്, ഇനി അടുത്ത പ്രശ്നത്തിനുള്ള പുറപ്പാടാണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വെളിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതി ആണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിൽ തന്നെയാണ്. ഋഷിയെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇനി ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ, ഒന്നും വേണ്ടായിരുന്നു, പ്രഭാവതിയോടും നന്ദനോടും പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അന്ന് തന്നെ നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പോവുകയെന്ന് ആ ജഡ്ജ് ഹരി ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ തന്നെ അയാളോട് സത്യങ്ങളെല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു, എന്നാൽ എൻ്റെ മകനൊരു കുഴപ്പവും സംഭവിക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ മകനെ ഞാൻ എവിടെ ചെന്ന് കണ്ടുപിടിക്കും, ആരോട് ചോദിക്കും, പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിനും പറ്റാത്ത അവസ്ഥയാണല്ലോ. പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പം എല്ലാ സത്യങ്ങളും പറയേണ്ടി വരില്ലേ, അപ്പോൾ പിന്നെ ഞാനും പ്രതിയാവും, എൻ്റെ ഋഷിയും പ്രതിയാവും, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും, ഋഷിയെ എങ്ങനെ കണ്ടുപിടിക്കും, ഇതിൻ്റെ പിന്നിൽ ആരാന്ന് എങ്ങനെ അറിയുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷനായിരുന്നു. CPയെ വിളിക്കുന്നുണ്ട്. CP ഫോൺ എടുത്തതും എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ CP ഞാനൊരു കാര്യം തീരുമാനിച്ചു, എന്തായാലും ഞാനിത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകാമെന്ന്. നേരം CP ചോദിക്കുന്നുണ്ട്, മേഡം എന്ത് റിപ്പോർട്ട് ചെയ്യണ കാര്യമാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്താ റിപ്പോർട്ട് ചെയ്യാനുള്ളത്, ഋഷിയെ കാണാനില്ല എന്നുള്ള വിവരം തന്നെ, അത് പ്രശ്നമാവില്ല മേഡം എന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ എന്ത് പ്രശ്നമാവാനാ, അതെല്ലാം നന്ദൻ ഋഷിയെ കൊന്നു എന്നും പറഞ്ഞല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറയുമ്പം അതും പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം എനിക്ക് എൻ്റെ മോനെ ശരിക്കും നഷ്ടപ്പെടും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്തണം, അതിന് എൻ്റെ മുന്നിൽ ഇനി വേറെ മാർഗ്ഗമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് പോലീസിൽ വിവരം അറിയിക്കണം, പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, ഇനിയും നമ്മളിതെല്ലാം രഹസ്യമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഋഷിയുടെ ജീവനെ ബാധിക്കും. ഇപ്പം നന്ദനെയും കാണുന്നില്ല, ഋഷിയെയും കാണുന്നില്ല, ഇനിയിപ്പോൾ ഋഷിയെ കടത്തിക്കൊണ്ടുപോയത് നന്ദനാണോന്നും അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ CP പറയുന്നുണ്ട്, എന്തായാലും എന്ത് ചെയ്യുമ്പോഴും ഒന്ന് സൂക്ഷിക്കണോട്ടോ മേഡം, ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ വരുന്നത്, കേസ് കൊടുക്കാൻ പോയാൽ മേഡം തന്നെ ചിലപ്പോൾ പ്രതിയാവുമെന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ പ്രതിയായാലും കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ മകനെ കണ്ടെത്തണം, അല്ലാതെ എനിക്കിനി പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികയാണെങ്കിൽ ചന്ദ്രോത്തേക്ക് വരാണ്. ദേവികയെ കണ്ടതും പ്രഭാവതിയാണെങ്കിൽ സാധാരണ പോലെ തന്നെ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ്. എന്നിട്ട് ദേവിക വന്നിട്ട് അമ്മ ഇങ്ങനെ വിഷമിക്കില്ലേ, നന്ദുവിനെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, നീയും സിദ്ധുവും ഹരിയേട്ടനും മാറി പറയുന്നുണ്ട് നന്ദനെ കണ്ടെത്താൻ പറ്റുമെന്ന്. എന്നിട്ട് ഇതുവരെ നന്ദനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയോ, ആദ്യമായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും ചേർന്ന് നന്ദനെ മാറ്റി നിർത്തിയായിരുന്നായിരുന്നു, അതറിയാൻ വൈകിയെങ്കിലും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയല്ലല്ലോ,
അതിനെക്കുറിച്ച് ഒരു വിവരമില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് അമ്മേ, അധികം വൈകാതെ തന്നെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്ന് പറയുമ്പോൾ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ, ഇതുവരെ എന്നിട്ട് ഒരു തുമ്പും കിട്ടിയില്ലല്ലോ. നിങ്ങൾ മിനിസ്റ്ററെയും സി എമ്മിനെയും കാണാനായിട്ട് പോയിട്ട് മിനിസ്റ്റർ മാത്രമല്ലേ കണ്ടോളൂ, എങ്ങനെയെങ്കിലും സി എമ്മിനെ കണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ നടന്നേനെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് അമ്മയ്ക്ക് ഞങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ലേ, അന്നത്തെ ആ പ്ലാന്റിൻ്റെ കേസിൽ സി എം എന്നോട് ദേഷ്യത്തില്ല, അതുകൊണ്ടാണ് മിനിസ്റ്റർ സി എമ്മിനെ കാണാൻ എന്നെ അനുവദിക്കാതിരുന്നതെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പിന്നെ എൻ്റെ വായ അടപ്പിക്കാൻ എളുപ്പമാണല്ലോ, അത് ഓർത്തിട്ടല്ലേ നീ അങ്ങനെ പറയണേന്ന് വയ്ക്കുമ്പോൾ ഇല്ലമ്മേ ഞാൻ പറഞ്ഞത് സത്യ, അന്ന് കൂടെ വന്ന അച്ഛനക്കും അതറിയാലോ എന്ന് പറയുമ്പോൾ സിദ്ധു നീ പറയണത് പോലെ തന്നെ കേൾക്കുള്ളൂ, എന്തായാലും നന്ദൻ്റെ കാര്യത്തിൽ സിദ്ധുവിന് വലിയ ശ്രദ്ധയൊന്നുമില്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ സി എമ്മിനെ കണ്ട് കാര്യങ്ങൾക്കൊക്കെ തീരുമാനം ഉണ്ടാക്കിയേനെ, ഇനിയിപ്പോൾ നന്ദനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതോ അല്ലെങ്കിൽ നന്ദൻ സ്വയമേ അവിടുന്ന് പോയതാണോ എന്ന് വയ്ക്കുമ്പം ദേവിക പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയായി പറയണേ, നന്ദു സ്വയം അവിടുന്ന് പോകണേ എങ്ങനെയാണ്, ആരോ വന്ന് എസ്തപ്പാൻ ചേട്ടനെയും തല്ലി അവശതയാക്കി ഇട്ടിട്ട് നന്ദുവിനെയും പിടിച്ചുകൊണ്ട് പോയതല്ലേ, അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് വയ്ക്കുമ്പം എനിക്കതൊന്നും അറിയില്ല, നിങ്ങൾ പറഞ്ഞുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ, എനിക്കിപ്പോൾ ഒന്നും വിശ്വസിക്കാനും പറ്റണില്ല, ഇനിയിപ്പോൾ എൻ്റെ മോൻ എവിടെയായിരിക്കുമോ അവനെന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണോ, ഇനി അവൻ ജീവനോടെ ഉണ്ടോയെന്ന് പോലും എനിക്ക് സംശയമാണെന്ന് പറഞ്ഞതും ദേവികയാണെങ്കിൽ വിഷമത്തോടുകൂടി അമ്മ എന്തൊക്കെയായി പറയണേ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ, നന്ദുവിന് ഒരു കുഴപ്പവും വരില്ല, അധികം വൈകാതെ തന്നെ നന്ദുവിന് നമുക്ക് തിരിച്ചു കിട്ടുമെന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ഇസബെല്ലയും കെവിനും ആണെങ്കിലും ഈ നന്ദനെക്കുറിച്ചോ ഋഷിയെക്കുറിച്ചോ ഒരു വിവരവും കിട്ടാതെ ആകെ ഭ്രാന്തെടുത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് ബെല്ല ഇനി നമ്മൾ എന്ത് ചെയ്യും, അരുന്ധതി മേഡം കേസിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കുടുങ്ങുമല്ലോ എന്ന് പറയുമ്പം ഇസബെല്ല പറയുന്നുണ്ട് അരുന്ധതി മേഡം അങ്ങനെ ഒരു സാഹസം കാട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കുടുങ്ങാൻ പോണത് അവരും അവരുടെ മകനും ആയിരിക്കും, അതിന് ഋഷി കുടുങ്ങണ എങ്ങനെയാണ്, ഋഷി എവിടെയാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ലല്ലോ എന്ന് പറയുമ്പം എൻ്റെ ബലമായ സംശയം ഇനി നന്ദനെങ്ങാനും ഋഷിയെ കടത്തിക്കൊണ്ട് പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് ബെല്ല ഈ പറയണേ, നന്ദൻ അതിനുള്ള കഴിവൊന്നുമില്ലയെന്ന് നിനക്കറിയില്ലേ, നമ്മൾ പറയണതെല്ലാം വിശ്വസിക്കാനുള്ളൊരു കഴിവ് മാത്രമേ അവനുള്ളൂ, അല്ലാതെ അവൻ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കൂല എന്ന്. അന്നേരം ഇസബെല്ല വീണ്ടും പറയുന്നുണ്ട് പിന്നെ ആരായിരിക്കും, ഇനി ചന്ദ്രോത്തുള്ളവരായിരിക്കും ഋഷിയെ തട്ടിക്കൊണ്ട് പോയെന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാണ് ചന്ദ്രോത്തുള്ളവർ ഋഷിയെ തട്ടിക്കൊണ്ട് പോകണേ, ഋഷിയെ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അവർ നേരെ ഋഷിയെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോവുള്ളൂ, ഇപ്പം തന്നെ നന്ദൻ ഋഷിയെ കൊന്നെന്നും പറഞ്ഞല്ലേ അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്, ഋഷി അവരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നന്ദൻ കൊലയാളി അല്ലാന്ന് തെളിയിക്കാൻ പറ്റൂലേ, അതിൻ്റെ ഇടയ്ക്ക് അവർ എവിടെയെങ്കിലും ഒളിപ്പിച്ച് നിർത്തണേ എന്തിനാന്ന്. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട് അതും നേരാണല്ലോ കെവിൻ, ഇനി നമ്മൾ എവിടെ ചെന്ന് ഋഷിയെയും നന്ദനെയും തപ്പം, എന്തായാലും നന്ദൻ്റെയും ഋഷിയുടെയും കാര്യത്തിൽ നമുക്ക് തെറ്റുപറ്റി, അന്ന് ആ ജഡ്ജി പോലീസ് സ്റ്റേഷനിൽ നന്ദനെ ഹാജരാക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ സത്യങ്ങളെല്ലാം തുറന്ന് പറയാമെന്ന് അരുന്ധതി മേഡം പറഞ്ഞതാണ്, അന്ന് നമ്മൾ അതിനെ എതിർത്തത്, അന്ന് സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു, അതല്ലേ ബെല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് പോകാമെന്ന്, അപ്പം നീയല്ലേ പോകാൻ പറ്റില്ല, എന്തായാലും ഇതിൻ്റെ ഒരു അന്ത്യം കണ്ടിട്ട് പിന്മാറുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്നത്, കുരുവിള സാറും അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് നമ്മളോട് രണ്ടുപേരോടും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറിക്കോളാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇസബെല്ല പറയുന്നുണ്ട് അന്ന് പാപ്പൻ പറഞ്ഞതുപോലെ കേട്ടാൽ മതിയായിരുന്നു, എന്നാൽ പിന്നെ ഇന്നിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കണ്ടായിരുന്നു, ഋഷിയെ നന്ദൻ കണ്ടെത്തുമോ, ഋഷിയുടെ കൊലപാതകം നന്ദൻ്റെ തലയിലാവോ, എന്ത് ചെയ്താലും നമ്മളെ അത് ബാധിക്കൂലായിരുന്നു, ഇനിയിപ്പോൾ നമ്മളെങ്ങനെ രക്ഷപ്പെടുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരിയുടെ വീടാണ്. ഗിരിയാണെങ്കിൽ ദേഷ്യത്തോടുകൂടി മുറ്റത്ത് നിൽക്കുകയാണെങ്കിലും രജനി വന്നിട്ട് ഗിരിയെ വിളിക്കുന്നുണ്ട്, ഗിരി എന്താ അവിടെ നിൽക്കണേ, അകത്തേക്ക് കയറുക, അതേ പ്രകാശ് വിളിക്കണമെന്ന് പറയണം. അങ്ങനെ ഗിരിക്ക് ഇഷ്ടപ്പെടണില്ലെങ്കിലും ഗിരി അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ഗിരിയുടെ അമ്മയാണെങ്കിൽ പ്രകാശിനെ കുടിക്കാൻ ചായയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അത് മേടിച്ച് കുടിച്ചിട്ട് പ്രകാശം പറയുന്നുണ്ട് എത്ര നാളായി അപ്പച്ചി ഇതുപോലെ ടേസ്റ്റുള്ളൊരു ചായ കുടിച്ചിട്ട്, എനിക്ക് ഇപ്പോഴും ആശ്വാസമായത്, എന്തായാലും ഞാൻ കുറച്ച് ദിവസം ഇനി അപ്പച്ചിയുടെ കൂടെ തന്നെ ഉണ്ടാവും, അപ്പച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് എനിക്കിവിടെ താമസിക്കണമെന്ന്. അന്നേരം ഈ ഗിരിയുടെ അമ്മ പറയുന്നുണ്ട് എന്നാലും നീ എന്തൊരു പണിയാടാ ചെയ്തത്, നീ എന്തിനാ ശരിക്കും മീരയെ കൊന്നേന്ന് ചോദിക്കുമ്പം അപ്പച്ചി എന്താ ഈ പറയണേ, അതൊന്നും ഞാനല്ല ചെയ്തത്, വേറെ ആരോ ചെയ്തതിൽ ഞാൻ കുറ്റക്കാരനായതാന്ന് പറയുമ്പം ഗിരീഷ് അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ഗിരീഷ് പറയുന്നുണ്ട് അതെങ്ങനെയാണ് കുറ്റക്കാരനാവണേ, തെളിവുകളും സാക്ഷിമൊഴികളും എല്ലാം നിനക്ക് എതിരായിരുന്നല്ലോ, അതുമാത്രമല്ല അന്ന് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും നീ കുറ്റം സമ്മതിച്ചതല്ലേ. ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് ഗിരീഷേട്ടാ വേറെ നിവൃത്തിയൊന്നും ഇല്ലാതിരുന്നുകൊണ്ടാണ് ഞാൻ അന്ന് ആ കുറ്റം സമ്മതിച്ചത്, എന്തായാലും മീരയുടെ യഥാർത്ഥ കൊലയാളിയെ എനിക്ക് കണ്ടെത്തണം, ഈ പരോള് കഴിഞ്ഞ് പോണതിന് മുമ്പ് ഞാനത് കണ്ടെത്തുമെന്ന്. പിന്നീട് രജനിയോട് വീട്ടിലെ വിശേഷമൊക്കെ പ്രകാശം ചോദിക്കുന്ന സമയത്ത് രജനിയാണെങ്കിൽ ആകെ സങ്കടമായിട്ട് നിൽക്കുന്നുണ്ട്.
പിന്നെ പ്രകാശൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഏടത്തി വീട്ടിലെ വിശേഷം ചോദിച്ചപ്പോൾ ഏടത്തിയുടെ മുഖത്ത് എന്താ ഒരു സങ്കടം എന്ന് പറഞ്ഞതും രജനി പറയുന്നുണ്ട് വീട്ടിലാകെ പ്രശ്നങ്ങളാണ് പ്രകാശ, എന്ത് പറ്റി പ്രഭ്യാൻറ്റിക്കോ സിദ്ധാർത്ഥനങ്ങളിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം അവർക്കൊന്നും അല്ല കുഴപ്പം, നന്ദന കുഴപ്പം. നന്ദന എന്ത് പറ്റി, നന്ദന എന്തെങ്കിലും അസുഖമാണോ എന്ന് ചോദിക്കുമ്പം അസുഖമൊന്നുമല്ല, കുറേ ദിവസമായിട്ട് നന്ദനെ കാണാനില്ല എന്ന് പറയുന്നു. അത് കേട്ടതും പ്രകാശൻ ചോദിക്കുന്നുണ്ട് എന്ത് നന്ദനെ കാണാനില്ല എന്നോ, നന്ദന എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, നന്ദനെ കുറേ ദിവസമായിട്ട് കാണാനില്ല, ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ അതോ നന്ദൻ സ്വയം എവിടെയെങ്കിലും മാറി നിൽക്കുന്നതാണോ, ഇനിയിപ്പോൾ ആരെങ്കിലും നന്ദനെ അപായപ്പെടുത്തിയോന്ന് പോലും അറിയില്ല, അതുകൊണ്ട് തന്നെ ചന്ദ്രോത്ത് എല്ലാവരും ഭയങ്കര പ്രശ്നത്തിലാന്ന് പറയുന്നു. അത് കേട്ടതും പ്രകാശൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവിക MLA അല്ലേ, എന്നിട്ട് നന്ദനെ കണ്ടുപിടിക്കാനുള്ള വഴിയൊന്നും നോക്കിയില്ലേ എന്ന് ചോദിക്കുമ്പം ആദ്യം ആ DYSPനെ അന്വേഷണം ഏൽപ്പിച്ചത്, പിന്നീട് അന്വേഷണം വേറെ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കാനൊക്കെ ആയിട്ട് അവർ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നിട്ടില്ല, CMനെ കാണാൻ പോയിട്ട് CMനെ കാണാനും പറ്റിയില്ല. ആ സമയത്ത് പ്രകാശൻ പറയുന്നുണ്ട് അതെന്താ ഒരു MLA വിചാരിച്ചാൽ സ്വന്തം ഭർത്താവിനെ കണ്ടെത്താൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പം രജനിക്കാണെങ്കിൽ ഈ ദേവികയോട് ദേഷ്യമുള്ളതുകൊണ്ട് തന്നെ രജനി പറയുന്നുണ്ട് അതിനവൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കേണ്ടത്, അവൾക്കിപ്പോൾ നന്ദനെ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, നന്ദനെ ഉപേക്ഷിച്ച് പോകാൻ നിന്നവളല്ലേ അവളെന്ന് പറയുമ്പം ഗിരി രജനിയോട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് രജനി നീ പറയണത്, നീ എന്തിനാ ആവശ്യമില്ലാതെ എപ്പോഴും ദേവികയെ കുറ്റം പറയണേന്ന് ചോദിക്കുമ്പം പ്രകാശനാണെങ്കിൽ എങ്ങനെയെങ്കിലും രജനിയുടെ മനസ്സിലേക്ക് കയറി കൂടണമെന്ന് കണക്കാക്കിയിട്ട് രജനിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അത് രജനിയടുത്ത് പറയണത് നേരല്ല ഗിരിയേട്ടാ, ഒരു MLAയുടെ ഭർത്താവിനെ കാണാതായിട്ട് ഇത്രയും ദിവസമായിട്ടും ഇതുവരെയും അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലയെന്ന് പറഞ്ഞാൽ അത് MLAയുടെ കഴിവുകേട് തന്നെയല്ലേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ മന്ത്രിക്ക് വിളിക്കുകയാണ്. മന്ത്രി ഫോൺ എടുത്തതും എന്താ അരുന്ധതി എന്ന് ചോദിക്കുമ്പം എനിക്ക് മന്ത്രിയെ ഒന്ന് നേരിട്ട് കാണണം, എന്തിനാന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നു. അന്നേരം മന്ത്രി പറയുന്നുണ്ട് ഇപ്പം ഞാൻ യാത്രയിലാണ്, 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഓഫീസിലെത്തും, അപ്പോൾ അരുന്ധതി ഓഫീസിലേക്ക് വാ, എന്താണെങ്കിലും നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറയണു. അങ്ങനെ അരുന്ധതി ഫോൺ വെച്ചിട്ട് CPയെ വിളിക്കുന്നുണ്ട്. CP ഫോൺ എടുത്തതും അരുന്ധതി പറയുന്നുണ്ട് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞാൽ മന്ത്രിയെ കാണാൻ പോകുന്നുണ്ട്, മന്ത്രിയോട് ഞാൻ എല്ലാ വിവരങ്ങളും പറയാൻ തീരുമാനിച്ചു, അപ്പോൾ എൻ്റെ കൂടെ CP ഉണ്ടാവണം, CP ആ സമയമാകുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തണമെന്ന് പറയുമ്പം അതിനെന്താ മാഡം ഞാനപ്പോൾ എത്തിയേക്കാം, എന്തായാലും മാഡം എന്ത് ചെയ്യുമ്പോഴും ഒന്നും കൂടി ആലോചിച്ചിട്ട് വേണം കേട്ടോ മുന്നോട്ട് നീങ്ങാൻ, ഇല്ലെങ്കിൽ മാഡം തന്നെ കുടുങ്ങുമെന്ന് പറഞ്ഞതും ഈ അരുന്ധതി പറയുന്നുണ്ട് എനിക്കതൊന്നും പ്രശ്നമല്ല CP, എനിക്ക് എൻ്റെ മോനെ കണ്ടെത്തണം, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ, എൻ്റെ മകൻ എന്തെങ്കിലും പറ്റിയിട്ട് ഞാൻ ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമുണ്ടോ CP എന്ന്. അത് കേട്ടതും CP ആണെങ്കിലും ശരിയാന്നുള്ള രീതിയിൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.